നമുക്ക് ഏത് ആസിഡും സഹിക്കാം, പക്ഷെ യൂറിക് ആസിഡ്. ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ ആരോമൽ കളരിക്കൽ. രക്തത്തിൽ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്നത് ഇന്ന് പലരിലും കണ്ടുവരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ പ്രോബ്ലമാണ്. പക്ഷെ പലരും ഇത് തിരിച്ചറിയുന്നില്ല. അതൊരു കടുത്ത ജോയിന്റ് പെയിൻ ആയിട്ട് മാറുമ്പോഴും ഒരു കിഡ്നി സ്റ്റോൺ ആയിട്ട് മാറുമ്പോഴൊക്കെയാണ് ശരിക്കും യൂറിക് ആസിഡ് കൂടുതലാണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നത്. യൂറിക് ആസിഡിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കും മുമ്പായി ശരിക്കും എന്താണ് യൂറിക് ആസിഡ് നോക്കാം. നമ്മുടെ ഭക്ഷണത്തിലൂടെയോ അതല്ല എങ്കിൽ നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന ഒരു രാസപദാർത്ഥമാണ് പ്യൂരിൻ. ഈ പ്യൂരിൻ വിഘടിച്ചാണ് ശരിക്കും യൂറിക് ആസിഡ് എന്നൊരു വേസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും നമ്മുടെ ബ്ലഡിൽ ലയിച്ച് കിഡ്നിയിലെത്തുകയും കിഡ്നി ഫിൽറ്റർ ചെയ്ത് യൂറിനായിട്ട് പുറത്ത് കളയുകയാണ് ശരിക്കും ബോഡി ചെയ്തു വരുന്നത്. എങ്കിൽ കിഡ്നിക്ക് ഈ യൂറിക് ആസിഡ് ഫിൽറ്റർ ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു അവസ്ഥയും ശരീരം ഒരുപാട് യൂറിക് ആസിഡ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലും ബ്ലഡിൽ ഒരുപാട് യൂറിക് ആസിഡ് ഉണ്ടാകുന്നു. നമ്മൾ ഇതിനെ ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയും. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഈ ഉയർന്ന അളവിൽ ഉണ്ടാകുന്ന യൂറിക് ആസിഡ് കുറച്ച് ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്യുകയും നമ്മുടെ ജോയിൻസിൽ ഡിപ്പോസിറ്റ് ആയി അതൊരു നീരും വേദനയും വീക്കൊക്കെ ഉള്ളൊരു വാതരോഗമായിട്ട് മാറുകയും ചെയ്യും. ആ രോഗത്തെ ഗൗട്ട് എന്ന് പറയും. അതുപോലെ തന്നെ ഈ ക്രിസ്റ്റൽസ് നമ്മുടെ കിഡ്നിയിൽ സെഡിമെന്റ് ആവുകയും അതൊരു കിഡ്നി സ്റ്റോണായിട്ട് മാറുകയും ചെയ്യും. ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ യൂറിക് ആസിഡ് ലെവൽ കുറച്ച് കൂടുതലാണെന്ന് കാണുമ്പോൾ തന്നെ മെഡിസിൻസ് എടുക്കേണ്ട ആവശ്യമില്ല. അതിന്റെ സിംറ്റംസ് കാണിക്കുമ്പോൾ മാത്രം മെഡിസിൻസ് എടുക്കുക. അതിന്റെ സിംറ്റംസ് പലപ്പോഴും ഒരു കടുത്ത ജോയിന്റ് പെയിൻ ആവണമെന്നില്ല. അതിന് മുന്നേ ആയിട്ട് കാണുന്ന കൈകാലുകളുള്ള തരിപ്പ്, പെരുപ്പ്, പകൽ സമയത്തുള്ള വേദന, സ്റ്റിഫ്നെസ്, ജോയിൻസിന്റെ മൊബിലിറ്റി കുറവ്, ഉപ്പൂറ്റിയിൽ വരുന്ന വേദന, ആംഗിളിൽ വരുന്ന വേദന, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചതവ്, സ്പ്രെയിൻ, ഇതൊന്നും ഒരാഴ്ചയായിട്ട് കുറയാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ, മൂത്രം ഒഴിക്കുമ്പോഴുള്ള പുകച്ചിൽ, ഈ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രം മെഡിസിൻസ് എടുക്കുക. യൂറിക് ആസിഡ് കൂടുതലുള്ള ആളുകൾ കഴിക്കാൻ പാടുള്ളതും പാടില്ലാത്തതുമായിട്ടുള്ള ആഹാരങ്ങളെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. കൂടുതൽ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക.